ഹലോ, എല്ലാവർക്കും നൈനൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താണെന്നറിയാമോ, ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു, വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നു. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അത് പ്രശ്നം, ഈ പ്രശ്നം, എല്ലാ പ്രശ്നം. പക്ഷെ ചില ആൾക്കാർക്കൊന്നും അതൊരു പ്രശ്നേ അല്ല. അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് വണ്ണം കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുവാടി കൊച്ചേ, നീ ഇതിനൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ? ഇതിൻ്റെ കോലം നോക്ക്, ഇതിനെന്തോ അസുഖമുണ്ട്, ഇതൊന്ന് ആശുപത്രി കൊണ്ട് കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചിലരിൽ നിന്ന് വീഴുന്നത്. ഈ ഒരു ചോദ്യമൊക്കെ കേട്ട് 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 ഞാൻ മടുത്ത്. ആദ്യമൊന്നും ഞാനൊന്നും പറയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറയും, അവൾക്ക് പ്രതിരോധ ശേഷിയുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതാണ് എന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് നിൽക്കുമോ? ഇല്ല. എവിടുന്ന്? സത്യം പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് നൈനൂട്ടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, അമ്മേ പിന്നെ ഞാൻ വണ്ണം വെച്ചോ. ഈ 2-3 പ്രാവശ്യമായിട്ട് അവളിങ്ങനെ സ്ഥിരമായിട്ട് എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഒരു ദിവസം എന്നോട് അവളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, എന്തുവാ അമ്മേ ഞാൻ മാത്രം വണ്ണം വെക്കാത്ത, ഞാൻ ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ എനിക്ക് വണ്ണം വരാത്തത് എന്നൊരു കാര്യം അവൾ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ അങ്ങനെ പറയുന്നത് അന്ന് ചോദിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞു, അത് എനിക്ക് വണ്ണമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കളിയാക്കുവാന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഒരു തരത്തിലൊരു ബോഡി ഷെയ്മിങ് അല്ലേ. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് വരെ നിനക്ക് വണ്ണമില്ല, കൊള്ളത്തില്ല, ആ ഉള്ളൊരു ഇത് ഒരു ബോംബ് അവരുടെ മനസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതും സത്യത്തിലൊരു ബോഡി ഷെയ്മിങ് അല്ലേ വരുന്നത്. ആ കുഞ്ഞു മോക്ക് വരെ മനസ്സിനൊരു വിഷമം ഉണ്ടാകണമെങ്കിൽ അത് എത്രത്തോളം കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ, അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതുപോലെ നൈനു ഇങ്ങനെയൊക്കെ പറയുന്നു അന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാ വിഷമിക്കുന്നേ, നീ എന്തുമായിരുന്നു പണ്ട്, എങ്ങനെയായിരുന്നു നീ ഇരുന്നത്, നീ ആകെ നൈനുവിൻ്റെ അത്രയും പോലും ഇല്ലായിരുന്നു, ഒരു എല്ലും തോലും മാത്രമേ ഉള്ളായിരുന്നു, അതിനേക്കാട്ടിൽ ഭേദമായി നൈനു എന്ന് അമ്മ എന്നോട് പറഞ്ഞു. മാത്രമല്ല അമ്മ എന്നോട് പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, പിന്നെ ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു നോക്ക്, കല്യാണത്തിന് അന്ന് എൻ്റെ കോലം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതായത് അമ്മയുടെ കോലം എങ്ങനെയായിരുന്നു കല്യാണത്തിനെന്നുള്ളത്. കോലിൽ സാരി ചുറ്റിയ പോലെയായിരുന്നു എൻ്റെ കോലം എന്ന് അമ്മ എന്നോട് പറഞ്ഞു. നീ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെ നൈനോട് പറഞ്ഞു, നൈനൂട്ടി വണ്ണത്തിലല്ല കാര്യം, പിന്നെ മോൻ ആരോഗ്യമുണ്ട്, പനി വരുന്നില്ല, ധൈര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് ആ ഒരു ചോദ്യം ഇല്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട് അവൾക്ക് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ രാത്രി മഴ നനയും, രാത്രി ഐസ്ക്രീം കഴിക്കും, ഐസ് കട്ട കഴിക്കും. ഞങ്ങൾ വാഗമണ്ണ് ടൂറ് പോയപ്പോൾ ഒരു സെറ്റർ പോലും ഇല്ലാതെ കുട്ടി നിക്കറും ഇട്ടുകൊണ്ടാണ് അവൾ ആ മഞ്ഞു മല മുഴുവനും കയറിയതും അവിടെ നടന്നതും. അപ്പം അവൾക്ക് അത്യാവശ്യം പ്രതിരോധശേഷി ഉണ്ടെന്നുള്ളത് ഒരമ്മ എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ആൾക്കാർക്കൊക്കെ എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ ചില സമയം എനിക്ക് തോന്നും, ഞാൻ ഇങ്ങനെ പറയണമെന്ന്. മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്, രാവിലെ കുറച്ച് പാത്രത്തിനകത്ത് എടുക്കും, കുറച്ച് കൊടുക്കും, ഉച്ചയ്ക്ക് കുറച്ച് പാത്രത്തിനകത്ത് എടുക്കും, കുറച്ച് കൊടുക്കും, വൈകിട്ട് കുറച്ച് പാത്രത്തിനകത്ത് എടുക്കും, അത് കൊടുക്കും. പിന്നെ മണ്ണ് കൊടുത്തിട്ടാണ് ഞാൻ അവളെ വളർത്തുന്നതെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വായാടിയാകും, തറുതലക്കാരിയാകും. അവൾ അങ്ങനെ പറഞ്ഞു, തങ്കമണിയുടെ മോൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറയും. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് ഇതാക്കിപ്പിക്കുന്നതെന്ന് പറയും. പിന്നെ എൻ്റെ പ്രതിഷേധം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ഒരു കുറച്ച് പ്രായം വരെ അവർ ചിലപ്പോൾ അവർ നല്ല വണ്ണം വെച്ച്, ഇനിയിപ്പോൾ കുഞ്ഞിന് നല്ല തടി ഉണ്ടെങ്കിൽ എന്തുവാടി നീ ഇതിന് തിന്നാൻ കൊടുക്കുന്നത്, അയ്യോ കൊച്ചിന് വണ്ണം വെച്ചുകൊണ്ടല്ല അസുഖം ഉണ്ടാവും എന്നാണ് പറച്ചിൽ. വണ്ണം കുറഞ്ഞു കഴിയും, നീ ഇതിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വണ്ണം കൂടിയാൽ പ്രശ്നം, വണ്ണം കുറഞ്ഞാൽ പ്രശ്നം, എല്ലാം പ്രശ്നം മനുഷ്യന്മാർക്ക്. എന്നാൽ പറയുന്നവരെ കോലം കാണണം, അതതിനപ്പുറമായിരിക്കും, കോമഡി ആയിരിക്കും, വിറ്റായിരിക്കും, എന്തോ പറയാൻ. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എന്നെപ്പോലെ അല്ലാതെ പിന്നെ നാട്ടുകാരെ പോലെ ഇരിക്കും, വേറെ വല്ലവരെയും പോലെ ഇരിക്കും. അത് എൻ്റെ കുഞ്ഞിനിപ്പോൾ വേറെ വല്ലവരെയും പോലെ ഇരിക്കുവാണെങ്കിൽ അതിൽ ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. എൻ്റെ കുഞ്ഞിന് വേറെ ഷേപ്പാണല്ലോ അന്ന് ചോദിക്കാം, അതിനൊരു ന്യായമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂട്ടല്ലാതെ പിന്നെ നാട്ടുകാരെ പോലെ ഇരിക്കുമോ? എന്തു കഷ്ടപ്പാ. അങ്ങനെ കുറേ ആൾക്കാർ. അപ്പം എനിക്കറിയത്തില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ആൾക്കാർ, അതോ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ? സത്യം പറഞ്ഞാൽ എന്താണെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇവരെയൊക്കെ സ്വഭാവം എപ്പോഴെങ്കിലും മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴെങ്കിലും മാറുമായിരിക്കും, ഇവരൊക്കെ സ്വഭാവം എപ്പോഴെങ്കിലുമൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും
ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ബെൽ ബട്ടൺ അമർത്തണേ, കുത്തി പൊട്ടിച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.